നമുക്കൊക്കെ ഹൈവേയിലൂടെ യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ കാലത്ത് മനോഹരമായി കാറും നല്ല സീഡിയും പാട്ടുകളും ഒക്കെ ഇട്ട് ഹൈവേയിലൂടെ, വിശാലമായ ഹൈവേയിലൂടെ, 4 വേയും 6 വേയും ഹൈവേയിലൂടെ യാത്ര ചെയ്ത് പോകുവാൻ എത്ര സുഖമാണ്. എന്നാൽ ആ യാത്രയിൽ ഒരു ദുരന്തം സംഭവിച്ചാൽ, ട്രാജഡി, എത്രയോ ജീവിതങ്ങളെ നുള്ളിയെടുത്ത് മാറ്റി, എത്രയോ കുടുംബങ്ങളെ നുള്ളിയെടുത്ത് മാറ്റി ഹൈവേ ട്രാജഡിയിൽ. എന്റെ പ്രിയപ്പെട്ടവരെ, നടന്നിട്ടുള്ള ഹൈവേ ട്രാജഡിയിൽ ഏറ്റവും വലിയ ട്രാജഡി നടക്കാൻ പോകുന്നു. യേശുക്രിസ്തു പറഞ്ഞ പോലെ വിശാല വഴിയിലൂടെ യാത്ര ചെയ്ത് പോകുന്ന മനുഷ്യൻ ഭയങ്കര ദുരന്തത്തിൽ ചെന്ന് പതിക്കാൻ പോകുന്നു. എന്നെ കേൾക്കുന്നവരോട് കർത്താവ് പറഞ്ഞൊരു വാക്കൂടെ വായിച്ചു കേൾപ്പിക്കാം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 13-14 വാക്യം. ഇടുക്കുവാതിലിലൂടെ അകത്ത് കിടപ്പിൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരും ആകുന്നു. ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. കർത്താവ് പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കുക. വിശാലമായ വഴി, ഇടുക്കമുള്ള വഴി. എന്താണ് ഈ വിശാലമായ വഴി? ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴി, സുഖമായ വഴി, ഇമ്പത്തിന്റെ വഴി, യെസ്, മതത്തിന്റെ വഴി, ഇമ്പങ്ങളുടെയും പണത്തിന്റെയും വഴി, മഹത്വത്തിന്റെ വഴി, ലോകത്തിന്റെ വഴി. അതിലൂടെ കടക്കുന്നവർ അനേകരാണ്, കുറച്ചല്ല, ലോകം മുഴുവൻ ഒഴുകുകയാണ്. നിങ്ങൾ വായിച്ചോ, കേരള ഗവൺമെന്റ് ബ്രിവറേജ് കോർപ്പറേഷൻ ചരിത്രത്തിൽ ആദ്യമായി 4617 കോടി രൂപയുടെ മദ്യം കേരളത്തിൽ വിറ്റ് ചെലവഴിച്ചപ്പോൾ, യെസ്, 4617 കോടി രൂപയുടെ വിദേശമദ്യം കേരളത്തിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് വിറ്റ് ചെലവഴിച്ചപ്പോൾ, വിശാലമായ ഇമ്പത്തിന്റെ വഴിയിലൂടെ പോകുന്നവർ ദൈവപുത്രൻ പറഞ്ഞ പോലെ എത്രയോ കോടി. യെസ്, കർത്താവ് പറഞ്ഞത് എത്ര സത്യം. ഇതിലൂടെ പോകുന്നവർ അനേകരാണ്. എന്നാൽ അവൻ പറഞ്ഞു, അതിന്റെ അവസാനം ദുരന്തമാണ്, വലിയ അപകടമാണ്. നിങ്ങൾ ഇടുക്കുവാതിലൂടെ കടക്കുവാൻ പറഞ്ഞു. പറയട്ടെ, ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ പറയട്ടെ, ഈ ക്രിസ്തീയ മാർഗം ഇടുക്കമുള്ള വാതിലാണ്, ഇടുക്കമുള്ള മാർഗമാണ്. ഇത് വിശാലമായ മാർഗമല്ല. യെസ്, ഇതിന് ഇടുക്കമുണ്ട്, ഇതിന് ഞെരുക്കമുണ്ട്. ചിലപ്പോൾ അടി കിട്ടും, ചിലപ്പോൾ പരിഹസിക്കും, തിരസ്കരണം കിട്ടും, എല്ലാം കിട്ടും. എറണാകുളത്തിന്റെ പട്ടളത്ത് ഈ പ്രസംഗം ചെയ്യുവാൻ വന്ന എന്റെ കവിളിൽ അടിച്ചിട്ടുണ്ട്. എനിക്ക് പ്രശ്നമല്ല, കാരണം ഞാൻ തിരസ്കരിക്കപ്പെട്ട നസറേന്റെ പുറകെ ഇറങ്ങി തിരിച്ച്, എനിക്കറിയാം തിരസ്കരണമല്ലാതെ ഇവിടെ എനിക്ക് കിരീടമില്ല. യെസ്, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളോടൊരു സത്യം പറയട്ടെ, അവന്റെ പിറകെ വരുവാൻ തീരുമാനിച്ചാൽ ഇടുക്കമുള്ള വഴിയാണ്. എന്നാൽ ഒരു സത്യം കർത്താവ് പറഞ്ഞു, അതിന്റെ അവസാനം ജീവനാണ്. വിശാലമായ വഴിയുടെ ഇമ്പങ്ങൾ ആസ്വദിച്ച് പോകുന്ന മനുഷ്യനോട് ഞാൻ പറയട്ടെ, ദൈവത്തിന് ഓർപ്പിച്ചു, അതിന്റെ അവസാനം നാശമാണ്. പുതിയ നിയമത്തിൽ ഏതാണ്ട് 260 അധ്യായങ്ങളുണ്ട്. 260 അധ്യായങ്ങളുള്ള പുതിയ നിയമത്തിൽ 236 പ്രാവശ്യം നരകത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബൈബിളിൽ വെളിപ്പെടുത്തി. 260 അധ്യായത്തിൽ 236 പ്രാവശ്യം ന്യായവിധിയെക്കുറിച്ചും നരകത്തെക്കുറിച്ചും പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തിയപ്പോൾ അതിന്റെ കാരണം എന്താണ്? നരകത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചത് യേശുക്രിസ്തുവാണ്. എന്തിനാണ്? അതിന്റെ ഭീകരത, ഭയങ്കരത്വം ദൈവപുത്രൻ മനസ്സിലാക്കി തരികയാണ്. എന്തിനാണത് പറഞ്ഞത്? എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, 260 കിലോമീറ്റർ നീളമുള്ള ആ ഹൈവേ, 6 ലൈൻ ഹൈവേയിലൂടെ നല്ലൊരു കാറിൽ പാട്ടിട്ട് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, നല്ല സ്പീഡിൽ ആക്സിലറേറ്റർ കൊടുത്തു പോകുമ്പോൾ ബോർഡ് കാണാം, മാറിക്കോ, ഇത് അപകടമാണെന്ന് ബോർഡ്. ഞാനതൊക്കെ അവഗണിച്ചുകൊണ്ട് പോകുന്നു. വീണ്ടും കാണാൻ ബോർഡ്. ഏതാണ്ട് 236 പ്രാവശ്യം ആ ബോർഡുകൾ എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടും ഞാനതിനെ അവഗണിച്ചു പോയാൽ ഞാൻ പോയി പതിക്കുന്ന ദുരന്തത്തെ മനസ്സിലാക്കി തരുവാൻ ദൈവത്തിന്റെ പുത്രൻ ഈ പുതിയ നിയമത്തിൽ 236 പ്രാവശ്യം തന്റെ അപ്പോസ്തലന്മാരിലൂടെയും തന്റെ നാവുകൾ കൊണ്ടും അത് വെളിപ്പെടുത്തി. ഞാൻ പറയട്ടെ, ഈ ജീവിതം ഹ്രസ്വമാണ്, ഈ ജീവിതം നശ്വരമാണ്, ഈ ജീവിതം അല്പകാലമാണ്. ഇവിടുത്തെ ഇമ്പങ്ങൾ അല്പകാലമാണ്. ഈ അല്പകാലമുള്ള ഇമ്പങ്ങൾ വേണ്ട എന്ന് വെച്ചാൽ മറുഭാഗമുണ്ട്.
ദൈവത്തിൽ ആനന്ദം കണ്ടെത്താൻ കഴിയും. ഞാൻ പറയട്ടെ, അതുപോലൊരു ആനന്ദമില്ല. എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ പലപ്പോഴും ദൈവസന്നിധിയിൽ ഞാൻ ഒഴുക്കിയിട്ടുണ്ട്. ദൈവമേ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ തന്ന തൃപ്തിയും അവൻ തന്ന സമാധാനവും അവൻ തന്ന സന്തോഷവും ലോകത്തിൽ ആർക്കും അത് തരാൻ കഴിയില്ല. ലോകത്തിലൊരിടത്തും അത് തരാൻ കഴിയില്ല. എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ പലപ്പോഴും ആ പാദത്തിൽ ഞാൻ ഒഴുക്കിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ലോകം തരുന്ന ഇമ്പങ്ങൾ വീണ്ടും നമ്മെ ദാഹിപ്പിക്കും. ലോകം തരുന്ന ഈ ഇമ്പങ്ങളൊക്കെ വീണ്ടും നമ്മളെ ദാഹിപ്പിക്കുമ്പോൾ തൃപ്തി കൊണ്ട് കണ്ണുനീരൊഴുക്കുവാൻ, അവന്റെ മുന്നിൽ മുട്ടുകൾ മടക്കുവാൻ അനുവദിക്കുന്ന അവന്റെ മാർഗം എത്ര അനുഗ്രഹിക്കപ്പെട്ടതാണ്. ഈ രാത്രി ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യതിയാനം വരുത്തുമോ? 4617 കോടി രൂപയുടെ മദ്യം കുടിച്ചു തീർക്കുന്നവരോട് ഞാൻ പറയട്ടെ, ഈ ഇമ്പങ്ങളൊക്കെ തീരും, നിത്യനാശത്തിൽ ചെന്ന് പതിക്കും. വഴി എങ്ങനെ അറിയാം? ഏത് വഴിയും ഞാൻ പോകണം എങ്ങനെ അറിയാൻ കഴിയും? ഒരിക്കൽ ആ ചോദ്യം തോമസ് ചോദിച്ചു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. തോമസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നെന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും എന്ന് പറഞ്ഞു. കർത്താവ് അതിന് പറഞ്ഞ മറുപടി അടുത്ത വാക്യത്തിലുണ്ട്. യേശുവിനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്, എന്നിലൂടെ അല്ലാതെ ആരും എൻ്റെ പിതാവിൻ്റെ അടുക്കൽ വരില്ല. ഞാനൊരു സത്യം ഓർപ്പിക്കട്ടെ, ആ വഴി തുറക്കുവാൻ വലിയ വില കൊടുത്തു. എബ്രായലേഖനം 10-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യേശു തന്റെ ദേഹം എന്ന തിരിശയിലൂടെ നമുക്ക് പ്രദർശിച്ച ജീവനുള്ള പുതുവഴി, ജീവനുള്ള പുതുവഴി, അവൻ തുറന്ന വഴി അവന്റെ ദേഹം എന്ന തിരിശയിലൂടെയാണ്. മനുഷ്യനടുത്ത് വരുവാൻ വയ്യാതെ ദേവാലയത്തിന്റെ വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിൽ വലിയ തിരശ്ശീല കൊണ്ട് മൂടിയിരുന്നു. കാൽവറി ക്രൂശിൽ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടെന്ന് നലറി കരഞ്ഞുകൊണ്ട് അവൻ പ്രാണനെ പിതാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചപ്പോൾ ബൈബിൾ ഇങ്ങനെ പറയുന്നു, ആ വലിയ തിരശ്ശീല മേൽ തൊട്ട് അടിയോളം രണ്ടായി ചിന്തിപ്പോയി. താഴെ നിന്ന് മുകളിലോട്ടല്ല, മോൾ തൊട്ട് താഴോട്ട് കീറി. മോളിലുള്ളവൻ ആ തിരശ്ശീല കീറിയിട്ട് പറഞ്ഞു, എന്റെ അടുക്കലോട്ട് വരിക, ഞാനൊരു തിരശ്ശീല കീറി, ഞാനൊരു പുതുവഴി തുറന്നു തന്നു. എന്റെ പുത്രനെ തകർത്തുകൊണ്ട് എന്റെ അടുക്കൽ വരുവാൻ ജീവനുള്ള ഒരു പുതുവഴി ഞാൻ തുറന്നു തന്നു. കർത്താവ് പറഞ്ഞു, എന്നിലൂടെ അല്ലാതെ ആരും എന്റെ പിതാവിന്റെ അടുക്കൽ വരില്ലേ. മതം നമ്മളെ കൊണ്ടെത്തിക്കില്ലേ, നാം പോകുന്ന പുണ്യസ്ഥലങ്ങൾ നമ്മളെ എത്തിക്കില്ല, നാം കൊടുക്കുന്ന പണം നമ്മളെ എത്തിക്കില്ല, നമ്മുടെ കർമ്മങ്ങൾ നമ്മളെ എത്തിക്കില്ല, നാം എന്ത് ചെയ്താലും അവിടെ എത്തിക്കില്ല. എന്നാൽ നമ്മളെ എത്തിക്കുന്ന ഒരു ജീവനുള്ള വഴിയുണ്ട്. കയറി നിന്നാ മതി, എസ്കലേറ്റർ പോലെ നമ്മളെ ആ സ്ഥലത്തോട്ട് കൊണ്ടുപോകും. അത് ദൈവപുത്രന്റെ ദേഹം എന്ന തിരിശയിലൂടെ തുറന്നു തന്ന ജീവനുള്ള പുതുവഴിയാണ്. 2000 വർഷം മുമ്പ് ക്രൂശിൽ അവൻ പിടഞ്ഞു മരിച്ചത് അതിനാണ്. നശിക്കരുത്, ഞാനും നിങ്ങളും നശിക്കരുത്, നാം രക്ഷ പ്രാപിക്കണം. നമ്മെ അത്യഗാധമായി സ്നേഹിക്കുന്നത് കൊണ്ട് നമുക്ക് വേണ്ടി അവൻ മരിക്കുകയാണ്. അവൻ എത്ര വേദനപ്പെട്ടു, അവൻ എത്ര പിടഞ്ഞു, ദാഹം കൊണ്ട് അവന്റെ ഉറക്കെ കരഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ജലാശയങ്ങളെ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിനുടയവനായ ദൈവപുത്രൻ ദാഹിക്കുന്നെന്ന് പറഞ്ഞ് അവിടെ കരയുമ്പോൾ ഒരു സത്യം ഓർത്തോണം, നമ്മുടെ ദാഹം ശമിപ്പിക്കുവാൻ, നമുക്കൊരു ജീവനുള്ള പുതിയ തുറന്നു തരുവാൻ. എൻ്റെ പ്രിയപ്പെട്ട കേൾവിക്കാരെ, ബൈബിൾ വെളിപ്പെടുത്തുന്ന സത്യങ്ങൾ സത്യമാണ്, സത്യമാണ്. നിങ്ങളെ ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതമാക്കാനോ ഒരു സഭയിൽ നിന്ന് മറ്റൊരു സഭയിലാക്കാനോ അതിനുവേണ്ടിയുള്ള പ്രസംഗമല്ലിത്. നിങ്ങളെ കുറ്റം പറയുവാനോ നിങ്ങളുടെ കൂടിവരകളെ കുറ്റം പറയാനോ അല്ല ഞാൻ ഈ പ്രസംഗിക്കുന്നത്. നിങ്ങൾ ഈ സത്യം അറിയാൻ വേണ്ടി ഞാൻ പ്രസംഗിക്കുകയാണ്. കാലം മുന്നോട്ട് പോകില്ലേ, യേശു ക്രിസ്തു വരും. അവൻ വരും, ചരിത്രം ഇങ്ങനെ പോകില്ല, അവൻ വേഗം വരും. എന്നാൽ അവൻ വരുന്നത് തനിക്കായി കാത്തു നിൽക്കുന്ന ഒരു രക്ഷയ്ക്കാണ്. തന്നെ സ്നേഹിച്ച് രക്ഷിക്കപ്പെട്ട പാവപ്പെട്ട ജനത്തെ അവനെ തന്നെ ചേർക്കാൻ അവൻ വരികയാണ്. ഈ രാത്രി എൻ്റെ പ്രസംഗം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന സ്നേഹിതനോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണോ? യേശു ക്രിസ്തു എന്ന് വന്നാൽ അവനോട് കൂടെ നിങ്ങൾ ആയിരിക്കുമോ? ഒരിക്കൽ ഞാൻ ഭയന്ന് നടന്നു, ഒരിക്കൽ ഞാൻ ഭയന്ന് നടന്നു. 1974 ഈ ദൈവപുത്രന്റെ സന്നിധിയിൽ മുട്ടുകുത്തി അവനെ എൻ്റെ ഹൃദയത്തിൽ കൈക്കൊള്ളാൻ സാധിച്ചപ്പോൾ എനിക്കൊരു പുതിയ ജന്മം കിട്ടി. ഞാനൊരു ദൈവഹിതലായി മാറി. എൻ്റെ ജീവിതം സന്തോഷം കൊണ്ട് നിറഞ്ഞു, വിലയുള്ളതായി മാറി. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിങ്ങളുടെ പണം മോഹിച്ചല്ല,
നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും നേടുവാൻ വേണ്ടിയല്ല. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്. നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ സ്ഥിതി എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ പാപങ്ങൾ എത്ര കടിഞ്ചുവപ്പായിക്കൊള്ളട്ടെ. വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ പാപങ്ങൾ കടിഞ്ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. ഈ രാത്രി അവന്റെ അടുക്കൽ വരുമോ? അവിശാലമായ വഴിയുടെ ഇമ്പങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തു എന്ന ജീവനുള്ള പുതുവഴിയിലൂടെ ദൈവത്തിന്റെ അടുക്കലേട്ട് വരുമോ? ഒന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ഈ വാക്കുകൾ വീണ്ടും അവൻ കേൾപ്പിക്കുകയാണ്. നമ്മുടെ കർത്താവ് വേഗം വരും. അവൻ ജീവിക്കുന്നു, അവൻ പ്രവർത്തിക്കുന്നു, അവന്റെ കരം ചരിത്രത്തിൽ കാണുവാൻ കഴിയുന്നു. ഈ രാത്രി നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അവന്റെ പൈതങ്ങളാണോ? നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ രാത്രിയിൽ പാപത്തിന്റെ വഴികൾ, ഇമ്പത്തിന്റെ വഴി, വിശാലമായ വഴി അത് വിട്ടിട്ട്, കർത്താവ് പറഞ്ഞ പോലെ അത് നാശത്തിന്റെ വഴിയാണ്, അത് ഉപേക്ഷിച്ചിട്ട് യേശു ക്രിസ്തുവിലൂടെ ദൈവത്തിന്റെ അടുക്കൽ വരുമോ? ഞാനാണ് വഴി, എന്നിലൂടെ അല്ലാതെ ആരും എൻ്റെ പിതാവിന്റെ അടുക്കൽ വരില്ല. അവനിലൂടെ ദൈവസന്നിധിയിൽ വന്ന് രക്ഷിക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു, നിങ്ങളെ മാടി വിളിക്കുന്നു. ഈ രാത്രിയിൽ നിങ്ങളങ്ങനെ ഒരു ദൈവവേദലാകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങൾക്ക് അതിന്റെ ഉറപ്പ് വേണമെങ്കിൽ ഈ ലളിതമായ പ്രാർത്ഥന ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ മതി. കർത്താവേ, ഇന്ന് രാത്രി ഞാൻ വിനയപ്പെടുന്നു. എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണം. ക്രൂശിൽ നിന്റെ ജീവൻ കൊടുത്ത് എനിക്ക് വേണ്ടിയാണ്. നീ എനിക്ക് വേണ്ടി മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ രാത്രി എൻ്റെ ഉള്ളം നിനക്ക് വേണ്ടി തുറന്നു തരുന്നു. എൻ്റെ ഉള്ളത്തിൽ വന്ന് എന്നെ രക്ഷിക്കണമേ. അവൻ വാക്ക് പറഞ്ഞു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും ഉപേക്ഷിക്കില്ല. ഒരു നാളും അവന്റെ അടുക്കൽ വന്ന് അവൻ ഉപേക്ഷിക്കില്ലേ. ഈ രാത്രി അവന്റെ അടുക്കൽ വരുമോ? ദേഹമെന്ന തിരിശിലൂടെ ജീവനുള്ള ഒരു പുതുവഴി സൃഷ്ടിച്ച കർത്താവിലൂടെ പിതാവിന്റെ അടുക്കൽ നിങ്ങൾ വരുമോ? ഈ രാത്രി നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചെങ്കിൽ നിങ്ങളൊരു ദൈവവേദലായി. നിങ്ങൾക്ക് അതിന്റെ ഉറപ്പ് ആവശ്യമാണെങ്കിൽ, നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചെങ്കിൽ സ്വർഗം നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, മനുഷ്യരുടെ മുന്നിൽ എന്നെ ഏറ്റുപറഞ്ഞാൽ സ്വർഗസ്വനായ പിതാവിന്റെ സന്നിധി ഞാൻ ഏറ്റുപറയും. മനുഷ്യരുടെ മുന്നിൽ എന്നെ ലജ്ജിക്കുന്നവനെ ഞാൻ ലജ്ജിക്കും. അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ച ദൈവപുത്രനാണ്. ഒരാത്മാവിന്റെ വില സർവ്വലോകത്തെക്കാൾ വിലപ്പെട്ടതാണ്. നാളെ എന്നുള്ളത് നിങ്ങൾക്കുള്ളതല്ലായിരിക്കാം. നിങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു.